ഈ നദിയോടൊങ്ങും ദൂരം അലയാഴിയെ പുൽകവേ ജീവന്റെ പൊൻവീണയേതേതോ മൗനം തിരഞ്ഞെന്തിനോ മോഹങ്ങൾ മൂളുന്ന രാഗങ്ങൾ മുറിയുന്നു പാതിയ വിഷ്ണുവേട്ട, നമുക്ക് എന്നാ വിഷ്ണുവേട്ട നമ്മുടെ മക്കൾക്കൊപ്പം സന്തോഷത്തോടെ വിഷു ആഘോഷിക്കാൻ പറ്റാം? എല്ലാ വർഷവും ഞാനിവിടെയും വിഷ്ണുവേട്ടൻ അവിടെയും. ഇതെന്തൊരു ജീവിതമാണെന്ന് ഞാൻ പലപ്പോഴും എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാനായിട്ട് തന്നെ എന്നെ ആശ്വസിപ്പിക്കും. ഈ വർഷം ഇങ്ങനെയൊക്കെ അങ്ങ് പോട്ടെ, അടുത്ത വർഷമാകുമ്പോൾ എല്ലാം മാറുമെന്ന്. ഇപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി, ഒന്നും മാറാൻ പോകുന്നില്ല. ഒരു മാറ്റവും ആരുടെ ജീവിതത്തിലും ഉണ്ടാവാൻ പോകുന്നില്ല. ഒരു യന്ത്രം കണക്ക് നമ്മളിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണം ജീവിതാവസാനം വരെ. ഇതെന്തൊരു ഇരിപ്പാ മോളെ ഇത്? നീ എന്താ ഈ ആലോചിച്ച് കൂട്ടുന്നത്? പണ്ടൊക്കെ എന്താഘോഷമായിട്ടല്ല എന്നെ നമ്മൾ വിഷു ആഘോഷിച്ചിരുന്നത്. ഇന്ന് ആർക്കും ഒന്നിനും ഒരു സമയവുമില്ല. കുട്ടികൾക്ക് പോലും പടക്കം പൊട്ടിക്കണമെന്നോ വിഷുക്കണി ഒരുക്കണമെന്നോ അങ്ങനൊരു ചിന്ത പോലും ഇല്ല. ഇപ്പൊ എല്ലാം അവരവരുടെ വിരൽത്തുമ്പിൽ ഇതെല്ലാം കാണുകയല്ലേ മോളെ. പടക്കം പൊട്ടിക്കല്ല, പടക്കം പൊട്ടിക്കുന്നത് മൊബൈലിൽ കണ്ട് അവരത് ആസ്വദിക്കുന്നു. അതുപോലെ തന്നെയാ അവർക്ക് കണി. സത്യം എന്തേ ആ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന പടക്കമൊക്കെ എടുത്ത് പൊട്ടിക്കാൻ പറ. ഇതൊക്കെ കിട്ടാൻ വേണ്ടി ഞാനും ശാരികേച്ചിയും ശ്യാമയൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ളത്. സത്യനാളെ അച്ഛൻ വരുമെന്നുള്ള സന്തോഷത്തില, അച്ഛൻ വരുമെന്നുള്ള പ്രതീക്ഷയും. അവളുടെ മനസ്സിലിപ്പോ വിഷുവും ഇല്ല, ഒരാഘോഷവും ഇല്ല. ഒരൊറ്റ ചിന്തയേ ഉള്ളൂ, അച്ഛൻ വരും, അച്ഛനെ കാണണം. ഒരുപാട് സ്ഥലത്ത് അച്ഛനുമായിട്ട് ചുറ്റിയടിക്കണം. ഞാൻ പിന്നെ മറുത്തൊന്നും പറയാതെ ഇങ്ങി പോന്നു. അല്ലെങ്കിൽ തന്നെ എന്തു പറയാനാ? ഇതെല്ലാം കാണാനല്ലേ എനിക്ക് പറ്റൂ, കണ്ടിട്ട് സങ്കടപ്പെടാനും. ഞാനും അതൊക്കെ തന്നെ ആലോചിക്കുന്ന. സത്യയെ തിരുത്തി കാര്യങ്ങളൊക്കെ നേരെയാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സത്യയുടെ വഴിയിൽ സഞ്ചരിക്കാനേ നമുക്കിപ്പോൾ സാധിക്കും. ആ വഴിയിലൂടെയുള്ള സഞ്ചാരം ഏത് വിധത്തിൽ പ്രാവർത്തികമാക്കും എന്നുള്ള ചിന്തയിലാണ് ഞാനിപ്പോൾ. പ്രാവർത്തികമാക്കിയേ നോക്കൂ. ഒന്നിച്ചൊരു വിഷു കൂടി നഷ്ടമാകുന്നു. രണ്ട് സ്ഥലങ്ങളിലിരുന്ന് രണ്ട് മനസ്സുകളുടെ വിഷു ആഘോഷം. ഇതുപോലെ വിഷു ആഘോഷിക്കുന്നവർ ഒരുപാട് പേരുണ്ടാവും. നാട്ടിലെത്താൻ പറ്റാത്തവർ, നാട്ടിലുണ്ടെങ്കിലും ഒന്നിച്ചിതുപോലെ ആഘോഷിക്കാൻ പറ്റാത്തവര്. അവർക്കൊപ്പം, അവർക്ക് കൂട്ടായി കുറച്ചധികം വർഷങ്ങളായി ഞാനും ശാലിനിയും. വിഷ്ണുച്ചൻ ഇവിടെ ഇരിക്കായിരുന്നോ? ഞാൻ എവിടെയെല്ലാം നോക്കി. നമുക്ക് കമ്പിത്തിരി കത്തിക്കണ്ടേ? പടക്കവും പൊട്ടിക്കാനുണ്ട്. മോളിച്ചല്ലേ, വിഷ്ണുച്ചൻ വന്നോളാം. അങ്ങനെ പറഞ്ഞാ പറ്റില്ല. വിഷ്ണുച്ചൻ വാ, ഇപ്പൊ തന്നെ വരണം. വിഷ്ണുച്ചൻ പടക്കം പൊട്ടിച്ചോ, ഞാൻ കമ്പിത്തിരി കത്തിച്ചോളാം. വാ വാ വിഷ്ണുച്ച, വാ. ഇനി എന്നാ മോളെ പഴയ പോലെ എല്ലാരും കൂടെ, സത്യയും പപ്പിയും എല്ലാരും കൂടെ ഒരുമിച്ച് സന്തോഷത്തോടെ വിഷു ആഘോഷിക്കുന്നത് എനിക്കൊന്ന് കാണാൻ പറ്റുക? അങ്ങനെയൊരു വിഷു ഞങ്ങളുടെ മനസ്സിൽ മാത്രമേ ഉള്ളൂ അമ്മേ. കടമ്പകൾ കടന്ന് അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് എത്താൻ സർവേശ്വരൻ കനിയട്ടെ. ഈശ്വരന് നിങ്ങളെ സഹായിക്കാനേ പറ്റൂ.
തീരുമാനം എടുക്കേണ്ടത് നീയും വിഷ്ണുവാ. അമ്മേ ആ അമ്മേ ഇത് ഓപ്പൺ ആവുന്നില്ല, ഒന്ന് നോക്കി. അതെ, ഫോണിൽ നോക്കിയിരുന്ന് ഉറക്കൊഴിയണ്ട. നാളെ വെളുപ്പിനെ എഴുന്നേക്കണം. അതെന്തിനാ? ആ പിന്നെ വിഷുക്കണി കാണണ്ടേ? ഒരുപാട് സാധനങ്ങളൊക്കെ ഭഗവാന് മുന്നിൽ ഒരുക്കി വെച്ചിട്ട് കണ്ണടച്ച് വന്ന് കൈകൂപ്പി വന്ന് കണ്ണു തുറക്കണം. ഷോ, അച്ഛൻ ഇന്ന് രാത്രി വന്നാ മതിയായിരുന്നു. എങ്കിൽ അച്ഛനെ കണി കാണായിരുന്നു. അച്ഛൻ വന്നിട്ടെന്നെ വിളിച്ചാ മതി. ഞാൻ അച്ഛനെ കണി കാണൂ. ഓപ്പൺ ആയോ അമ്മേ? മോളെ, നാളെ രാവിലെ സത്യ അച്ഛനെ കാണണമെന്നും പറഞ്ഞ് നിർബന്ധം പിടിക്കോ? ഇല്ല ഇല്ലമ്മേ, നമുക്കത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ശരിയാക്കാം. അമ്മ കണിയൊരുക്കിക്കോ. ഭഗവാനെ കാത്തോളനെ. എന്റെ കുട്ടികൾക്ക് സർവ്വ ഐശ്വര്യം നൽകി അനുഗ്രഹിക്കണേ. സൂക്ഷിച്ച് നടക്കണേ, തട്ടി വീഴരുത്. അച്ഛൻ വന്നോ അമ്മേ? അച്ഛൻ വരും മോളെ. നമുക്ക് കണിയൊക്കെ കണ്ടതിന് ശേഷം കുളിച്ചൊരുങ്ങി നിൽക്കാം. അപ്പോഴേക്കും അച്ഛൻ വരും. ഉറപ്പാണോ? ഉറപ്പ്. സുന്ദരിക്കുട്ടി വന്നല്ലോ. അതെ, കണ്ണു തുറക്കല്ലേ, ഞാൻ പറഞ്ഞിട്ടേ തുറക്കാവേ. ആ ആ ഇങ്ങോട്ട് നീങ്ങി നിന്നേ. ആ കണ്ണു തുറക്കല്ലേ. ആ ഇനി മോള് പതുക്കെ കണ്ണു തുറന്ന് നോക്കിയേ. ആഹാ, കൊള്ളാലോ. ശാരദാമ്മ അപ്പൊ നേരത്തെ എണീറ്റോ? പിന്നല്ലാതെ, ഇതൊക്കെ തയ്യാറാക്കണ്ടേ. പിന്നെ വിഷുക്കണിയും വെച്ചു. ആ ഇനി ഒരു ചടങ്ങ് കൂടി ഉണ്ടേ. രണ്ടുപേരും കൈനീട്ടിയേ. ഇതെന്തിനാ? വിഷു കൈനീട്ടം വേണ്ടേ? ആ അത് വേണം. എന്നാ കൈനീട്ട്. മോളെ, ഈ സമ്പത്തും ഐശ്വര്യവും അടുത്ത വർഷം വരെ നിലനിൽക്കണേന്ന് കൃഷ്ണഭഗവാനോട് പ്രാർത്ഥിക്കും മക്കളെ. കൃഷ്ണ ഭഗവാനെ, ഇന്നെന്റെ അച്ഛൻ വരണേ. എനിക്കതല്ലാതെ വേറെ ഒന്നും വേണ്ട ഭഗവാനെ. ഭഗവാനെ, എന്റെ അച്ഛൻ ഇന്ന് വരണേ. എനിക്കത് മാത്രം മതി. സത്യേ, മോളെ സത്യേ, ദേ കഴിക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, വന്ന് കഴിക്കേ. എന്ത് പണിയാ ശാരദാമ്മ കാണിച്ചത്? എന്നോട് ചോദിച്ചിട്ട് വേണ്ടേ എടുക്കാൻ? സാധാരണ അങ്ങനെയല്ലല്ലോ, ഞാൻ എടുത്തു വെച്ചിട്ടല്ലേ കഴിക്കാറ്. പക്ഷെ ഇന്ന് ഞാൻ ഇവിടുന്ന് കഴിക്കില്ല. അച്ഛൻ്റെ കൂടെ പുറത്തുനിന്നാ കഴിക്കുന്നേ. അച്ഛന്റെ കൂടെ പുറത്തുനിന്നോ?
ആ എന്താ കുഴപ്പം? എന്താ ഒരു തർക്കം? അല്ല എടി, ഞാൻ കഴിക്കാൻ എടുത്തു വെച്ചപ്പോ പറയാ അവളിന്ന് അച്ഛൻ്റെ കൂടെ പുറത്തുനിന്നാ കഴിക്കുന്നതെന്ന്. നീ അങ്ങനെ വല്ലതും പറഞ്ഞോ? അതിന് അമ്മ എന്തിനാ പറയുന്നേ? അച്ഛനല്ലേ എന്നെ കൊണ്ടുപോവാന്ന് പറഞ്ഞത്. അപ്പൊ അച്ഛൻ വന്ന് കൊണ്ടുപോകോളൂ. അപ്പൊ പിന്നെ ഞാനീ എടുത്തു വെച്ചിട്ട് എന്ത് ചെയ്യും? അത് ശാരദമ്മ കഴിച്ചോ? ഓ, എന്നാ പിന്നെ ഈ പാലെങ്കിലും ഒന്ന് കുടിക്കും. അത് വേണേ കുടിക്കാം. മുഴുവൻ കുടിക്കണേ. ദേ, ഈ പുറത്തു പോയിട്ടുള്ള കഴിക്കലൊക്കെ വലിയ പ്രശ്നമാവോ ശാലിനി? ഇതിപ്പോ എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? സത്യവും അച്ഛനും തമ്മിൽ സംസാരിച്ചൊരു തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷമല്ലേ പലതും ഞാൻ അറിയുന്നേ. അമ്മ വരുന്നുണ്ടോ? അമ്മയും പോരമ്മേ. അമ്മ വന്നിട്ട് സത്യ അച്ഛനെ കൊണ്ട് പോയതുപോലെ തന്നെ. ആരെങ്കിലും ഒരാളല്ലേ പോകാൻ പറ്റും. ആണോ? അതെന്താ അങ്ങനെ? ആ, അത് മോളെ, അത് ഹെൽമെറ്റ്. ഹെൽമെറ്റ് വെച്ചാ രണ്ടുപേർക്കല്ലേ ഇരിക്കാൻ പറ്റൂ. അതാ ഞാൻ പറഞ്ഞതും വരുന്നില്ലാന്ന്. ഓ, എന്തായാലും അച്ഛൻ്റെ മോളുടെയും കറക്കം ഇത്തിരി കൂടുതലാണേ. എപ്പോഴും പോകുന്നില്ലല്ലോ ശാരദാമ്മേ. അച്ഛൻ വരുമ്പോ മാത്രമല്ലേ ഇങ്ങനെ പോകുന്നുള്ളൂ. എന്തിനാ ഇങ്ങനെ കറങ്ങി നടക്കുന്നേന്നാ ഞാൻ ചോദിച്ചത്. അച്ഛന് ജോലിക്കൊക്കെ പോണ്ടേ? ജോലിക്ക് പോയില്ലെങ്കിൽ എങ്ങനെയാ കാര്യങ്ങളൊക്കെ നടക്കുക? അല്ലെങ്കിൽ ഈ ശാരദാമ്മ ഇങ്ങനെയാ. എന്തെങ്കിലും കാര്യത്തിൽ ഇറങ്ങുമ്പോ അപ്പം മുടക്കം പറയും. ഓ, പിന്നെ കാര്യമേ നടക്കില്ല. ഇപ്പൊ അച്ഛനും അമ്മയൊക്കെ വന്നപ്പോ ഞാൻ പുറത്തായി. ആ, അതല്ലെങ്കിലും എനിക്കറിയാം. ഞാനീ വളർത്തി കഷ്ടപ്പെടുന്ന മാത്രമേ ഉള്ളൂ. സ്നേഹം മുഴുവനും അച്ഛനും അമ്മയ്ക്കും ഒക്കെ പോവും അല്ലേ? അയ്യോ, അത് അങ്ങനെയൊന്നും അല്ല ശാരദാമ്മേ. എന്തായാലും ഇന്ന് പോയിട്ട് വരട്ടെ. പോയി വരുമ്പോ ശാരദാമ്മയ്ക്ക് എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വരാം. പോരെ? ഓ ശരി, സമ്മതിച്ചേ. ആ, അപ്പൊ അച്ഛനും മോളും കൂടി പോവാൻ തയ്യാറായിരിക്കുക. ഒരുങ്ങണ്ടേ? ഓ, ഈ ശാരദാമ്മയെ കൊണ്ട് ഞാൻ തോറ്റു. അച്ഛനല്ലേ വരുന്നത്, അമ്മയല്ലല്ലോ. ഇപ്പൊ അമ്മ വരുന്നുണ്ടെങ്കിൽ തന്നെ എന്തിനാ ഒരുങ്ങുന്നേ? ഒരുങ്ങാതെ തന്നെ സുന്ദരിയല്ലേ അമ്മ? ഓഹോ, അയ്യോ, എനിക്കൊരു അബദ്ധം പറ്റിയതാണേ. ഒന്ന് ക്ഷമിച്ചേക്ക്. ആ, ക്ഷമിച്ചിരിക്കുന്നു. ആ, എന്നാ ഞാൻ ഒരുങ്ങട്ടെ. അച്ഛൻ ഇപ്പൊ വരും. വിളിച്ചിട്ട് കുറച്ച് നേരെ ആയില്ലേ. ഒരുങ്ങിയേക്കാം. ഇല്ലെങ്കിൽ അച്ഛന് ദേഷ്യം വന്നാലോ. ശരി ശരി, പൊയ്ക്കോ പൊയ്ക്കോ. ആ, ഇത് എത്ര കാലം മുന്നോട്ട് കൊണ്ടുപോകാനാ നിന്റെ പ്ലാൻ? ഇതുകൂടി നോക്കാം. പിന്നീട് പപ്പിയെ കൊണ്ട് തന്നെ എന്തെങ്കിലും പറയിച്ച് ഇതിന്ന് മാറ്റിയെടുക്കാം. എല്ലാം സാവകാശം നടക്കും. സാവകാശമാണെങ്കിലും എല്ലാം വൃത്തിയായിട്ടൊന്നും നടന്നാൽ മതി. എനിക്കത്രേ പറയാനുള്ളൂ.
എന്താ സത്യമോൾക്ക് വേണ്ടത്? അച്ഛൻ എന്താണോ ഇഷ്ടം അത് സത്യമോക്ക് വാങ്ങി തന്നാ മതി. എന്നാലും എന്താണെന്ന് പറ. അച്ഛൻ പറഞ്ഞു അച്ഛാ, ഇന്നെനിക്ക് ഏറ്റവും സന്തോഷമുള്ള ദിവസാ. അതെന്താ അങ്ങനെ? ഇന്നത്തെ ദിവസത്തിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഉണ്ട്. എന്ത് പ്രത്യേകത? ഇന്നെന്റെ അച്ഛൻ എന്നെ ഔട്ടിങ്ങിനൊക്കെ കൊണ്ടുപോകുന്ന ദിവസമല്ലേ. ഇതൊക്കെ ഞാൻ എത്ര ആഗ്രഹിച്ചതാണെന്നോ. സത്യമാണോ? പിന്നില്ലേ, മാളവികയുടെ ഹൃതികയുടെ അച്ഛന്മാര് അവരെ പുറത്തൊക്കെ കൊണ്ടുപോയി ഹോട്ടലിലൊക്കെ കേറ്റിയെന്ന് പറയുമ്പോ സത്യമോക്ക് ഭയങ്കര സങ്കടം വരും. എന്റെ അച്ഛൻ മാത്രം എന്നെ കാണാൻ പോലും വരുന്നില്ലല്ലോ എന്നോർത്ത് ആരും കാണാതെ ഞാൻ കരയും. പക്ഷെ ഇപ്പോ ആ സങ്കടമൊക്കെ പോയി കേട്ടോ. കാരണം എന്റെ അച്ഛനിപ്പോ എന്റെ അടുത്ത് വന്നല്ലോ. എന്റെ മോളെ, നിന്റെ മനസ്സിൽ ഇത്രയൊക്കെ സങ്കടം ഉണ്ടായിരുന്നു. അമ്മ ഇതൊന്നും അറിഞ്ഞില്ലല്ലോ മോളെ. പക്ഷെ ഈ അമ്മ ഒരു കാര്യം മനസ്സിലാക്കി. മോള് അച്ഛന് നൽകിയിരിക്കുന്ന സ്ഥാനം ഈ അമ്മയേക്കാൾ ഒരുപാട് ഒരുപാട് മേലെയാണ്. അച്ഛൻ എന്താ ആലോചിക്കുന്നത്? അല്ല, ഈ ചുരുങ്ങിയ സമയത്തിനുള്ളില് സത്യമോളെ എവിടെയൊക്കെ കൊണ്ടുപോവാന്ന് ആലോചിക്കായിരുന്നു. ഒരുപാട് സ്ഥലത്ത് അച്ഛൻ്റെ ഒപ്പം പോണോന്നുണ്ട്. പക്ഷെ അച്ഛന് സമയമില്ലല്ലോ. അതെ അതെ, ഇന്ന് തന്നെ അച്ഛൻ വന്നത് വളരെ കഷ്ടപ്പെട്ട. അച്ഛൻ്റെ ജോലി സ്ഥലത്തെ ഓഫീസർ ഭയങ്കര ദേഷ്യക്കാരനാ. ലീവ് എടുത്താ ദേഷ്യപ്പെടും. എന്താ പിന്നെ എന്തിനാ അച്ഛൻ ഈ ജോലി? അമ്മ ജോലിക്ക് പോകുന്നുണ്ടല്ലോ, നമുക്ക് കഴിയാൻ അതൊക്കെ പോരെ. എന്റെ ജോലി കളഞ്ഞിട്ട് ഇങ്ങനെ കറങ്ങി നടക്കാനല്ലേ? അച്ഛൻ്റെ ഒപ്പം ഇങ്ങനെയൊക്കെ നടക്കാനുള്ള കൊതി കൊണ്ടല്ലേ അച്ഛൻ സത്യമോൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. അച്ഛന് സങ്കടം വരുന്നുണ്ടേ വേണ്ട, ജോലിക്ക് പൊക്കോ. പക്ഷേ ഇടയ്ക്കിടയ്ക്കൊക്കെ വരണം. സർ, മോള് പറഞ്ഞില്ലല്ലോ എന്താ കഴിക്കാൻ വേണ്ടത്. ഇന്നല്ല അച്ഛന്റെ ഇഷ്ടാ. അച്ഛൻ പറഞ്ഞോ, അപ്പോഴേക്ക് ഞാൻ വാഷ്റൂമിൽ പോയിട്ട് ഇപ്പൊ വരാവേ. ഈശ്വര, ഈ കുട്ടി എങ്ങനെയായ എന്ത് ചെയ്യും? എങ്ങനെയാ ഇനി ഈ വേഷം ഒന്ന് അവസാനിപ്പിക്കുക? സാർ, ഓർഡർ എന്തെങ്കിലും? പറയാം. ഒന്ന് ബിഗ് ഫ്രണ്ടിനെ വിളിച്ചേക്കാം. റെസ്റ്റോറന്റിലേക്ക് വന്ന അച്ഛനെ പരിചയപ്പെടുത്താന്ന് പറയാം. അച്ഛനെ പരിചയപ്പെടാൻ ബിഗ് ഫ്രണ്ടിനും കാണുമല്ലോ ആഗ്രഹം. ഈ ബിഗ് ഫ്രണ്ട് എന്താ എടുക്കാത്തേ? കട്ടായല്ലോ. ഈ ബിഗ് ഫ്രണ്ടിനെ ഒരു അത്യാവശ്യത്തിന് വിളിച്ച കിട്ടിയില്ല. ഇവനെന്താ ഫോൺ ഇവിടെ വെച്ചിട്ട് പോയത്? വിഷ്ണു, നിന്റെ ഫോൺ അടിക്കുന്നു. ഇതെന്താ എടുക്കാത്തേ? സത്യമാണല്ലോ, അവൾ എന്തിനാ ഇവനെ വിളിക്കുന്നത്? ഇവളെന്തിനാണ് നിന്നെ വിളിക്കുന്നത്? ഞാനെന്താ ചെയ്യേണ്ട? കട്ട് ചെയ്യണോ എടുക്കണോ? കട്ട് ചെയ്യണ്ട, ഞാൻ എടുക്കാം. എന്നത് സ്പീക്കറിലിട്. സത്യമാണോ സത്യയുടെ അമ്മയാണോ വിളിക്കുന്നതെന്ന് അറിയണല്ലോ. ഹലോ. ഹായ് ബിഗ് ഫ്രണ്ട്, സുഖാണോ? നമ്മളെ സുഖാണ്. എനിക്കും അതെ, ഞാൻ നല്ല ഹാപ്പിയാ. ഓ ആണോ? എന്തു പറ്റി? പിന്നെ സന്തോഷം ഉണ്ടാവാതിരിക്കോ? ഇന്നെന്റെ അച്ഛൻ വന്ന ദിവസമല്ലേ.
ബിഗ് ഫ്രണ്ട്. വെച്ചിട്ട് നിന്റെ പാട്ടിന് പോടാ. അവളുടെ ഒരു വിശേഷം പറച്ചില്. മോളിപ്പോ എവിടെയാ? ഞാനും എന്റെ അച്ഛനും കൂടി ഇപ്പൊ ഒരു റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുക. ബിഗ് ഫ്രണ്ട് വന്നാ അച്ഛനെ ഞാൻ പരിചയപ്പെടുത്തി തരാം.